എന്തിനാണ് സംസ്ഥാനത്ത് നൂറുകണക്കിന് അല്ലെങ്കിൽ 100-100 താഴെ സ്വാശ്രയ കോളേജുകളുണ്ട്. അപ്പോൾ ഈ സ്വാശ്രയ കോളേജുകളിൽ ഒരേ ഒരു യുനാനി കോളേജാണ് ഇത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ യുനാനിയേക്കാൾ ഉപരി ഈ കേരളത്തിന്റെയൊക്കെ രീതി പിന്തുടരുന്ന ആയുർവേദ കോളേജുകൾ ഒട്ടേറെയുണ്ട്. ഇതൊക്കെ തന്നെ സ്വാശ്രയ കോളേജുകളുടെ ഒരു വലിയ തള്ളുണ്ടായപ്പോൾ തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അത്തരമൊരു സ്ഥാപനത്തിനാണ് ഇപ്പോൾ എയ്ഡഡ് പദവി നൽകിയിരിക്കുന്നത്. എയ്ഡഡ് പദവി നൽകുക എന്ന് പറയുമ്പോൾ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവിടെയുള്ള മുഴുവൻ സ്റ്റാഫിനും ഒക്കെ തന്നെ സർക്കാരിന് ശമ്പളം കൊടുക്കേണ്ടി വരും. അതായത് ഇതൊരു പൊതുവിദ്യാലയം എന്ന കണക്കെയുള്ള അഡ്മിഷൻ അടക്കം സർക്കാർ തലത്തിൽ ചെയ്യാമെങ്കിൽ പോലും ഇതിൽ പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് ഇതിൽ ശമ്പളം അത് വലിയ സർക്കാരിനൊരു ബാധ്യതയായി മാറിത്തരും. എന്ന് മാത്രമല്ല ഈ സ്വകാര്യമായി നിയമിച്ച ഒരു മാനദണ്ഡവുമില്ലാതെ നിയമിച്ച മുഴുവൻ ആളുകളെയും സർക്കാർ സ്ഥിരപ്പെടുത്തേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് സർക്കാർ പോയത് എന്തിനാണ്? കാരണം സംസ്ഥാനത്ത് തന്നെ ന്യൂനപക്ഷങ്ങൾ വിഭാഗത്തിലെ ആളുകളെ പരിഗണിക്കുകയാണെങ്കിൽ MES ഒക്കെ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നുണ്ട്. അവർക്കൊന്നുമില്ലാത്ത എന്ത് പരിഗണനയാണ് കാന്തപുരത്തിന് എന്ന് ചോദ്യത്തിന് കൃത്യമായ ഒറ്റ മറുപടിയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വരുന്നു. കാന്തപുരം വിഭാഗത്തിന് വലിയ രീതിയിലുള്ള അതിർത്തി പല കാര്യങ്ങളിലുമുണ്ട്. അവർ ഇടഞ്ഞേക്കും. അവർ ഇടഞ്ഞു കഴിഞ്ഞാൽ 3-4 മണ്ഡലങ്ങളെങ്കിലും അവർ വിചാരിച്ചാൽ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്ക CPM-നുണ്ട്. ഒരിക്കലും ഗവൺമെന്റിന് മുന്നിൽ ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് അത് നിറവേറ്റി തരണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നവരുമല്ല. എല്ലാ ഗവൺമെന്റിനോടും പല ആവശ്യങ്ങളും ഞങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ വോട്ട് ചെയ്യുന്നത് എപ്പോഴും നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി മുതൽ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകേണ്ടി വരില്ലേ എന്നാണ് ഒരു കൂട്ടരുടെ ആദി. അർഹത ഇല്ലാത്ത ആളുകളെ സ്ഥിരപ്പെടുത്തേണ്ടി വരും എന്നുമുണ്ട് അവരുടെ പരിഭവം. അർഹതയുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് എവിടെ നിന്നാണാവോ? 2015-ലാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. 5 ബാച്ചുകൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. അവിടെ പഠിച്ചിറങ്ങിയ 262 യുനാനി ഡോക്ടർമാർ ഇപ്പോൾ സേവന രംഗത്തുണ്ട്. അവർ പലയിടങ്ങളിലായി ചികിത്സിക്കുന്നുണ്ട്. അർഹതയുള്ളവർ പഠിപ്പിച്ചു തന്നെയാണ് അവരെ പുറത്തേക്ക് വിട്ടത്. നീറ്റ് യോഗ്യത നേടിയ 60 വിദ്യാർത്ഥികൾക്കാണ് ഒരു വർഷം യുനാനി മെഡിക്കൽ കോളേജിൽ പ്രവേശനം നൽകുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ NCISM-ന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണിത്. കേരള ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരവുമുണ്ട്. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ അധ്യാപകർക്ക് സർക്കാർ സ്കെയിൽ ശമ്പളം ലഭിക്കുന്നതിൽ എന്തിനാണ് വേവലാതി? രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്, അതും കേരളത്തിലെ ഒരേയൊരു യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി ലഭിക്കുന്നത് അർഹത ഉണ്ടായിട്ടു തന്നെയാണ്. തിരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയാണ് എന്ന് തലക്കെട്ട് എഴുതുന്നവർ അർഹത ഇല്ലാത്ത ഏതോ സ്ഥാപനത്തിന് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എയ്ഡഡ് പദവി നൽകി എന്ന് കൂടിയാണ് പറയാതെ പറയുന്നത്. പാരമ്പര്യ ചികിത്സാ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നിലപാടിന്റെ ഭാഗമായാണ് ഈ പദവി കിട്ടിയിരിക്കുന്നത്. അത് കിട്ടാനുള്ള എല്ലാ അർഹതയും മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിനുണ്ട്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകുന്നതിലെ നൈതികത ആണ് വിമർശകരുടെ പ്രശ്നമെങ്കിൽ അത് മർക്കസിലേക്ക് മാത്രം ബാധകമാകില്ലല്ലോ. അതിനുള്ള പരിഹാരം ഉസ്താദിന്റെ കേരള യാത്രയിൽ നേതൃത്വം അവതരിപ്പിച്ചിട്ടുണ്ട്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം PSCക്ക് വിടണം എന്നതാണ് കേരള യാത്ര മുന്നോട്ടുവെച്ച പ്രമേയം. എല്ലാ സമുദായ സംഘടനകളും ആ ആവശ്യം ഉയർത്തട്ടെ. അതല്ലേ ശരിയായ രീതി. അല്ലാതെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി കിട്ടുമ്പോൾ മാത്രം സർക്കാർ ശമ്പളത്തിന്റെ പേരിൽ വേവലാതിപ്പെടുന്നവരുടെ ശരിയായ പ്രശ്നം വേറെയാണ്. സ്നേഹപൂർവ്വം, മുഹമ്മദലി കിനാലൂർ.